നേരം ഓൺലൈനിൻ്റെ സജ്ജനങ്ങളായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. നിത്യേന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂരിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ നിത്യവും ദർശനത്തിന് വരുന്ന ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. വളരെയധികം സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. എങ്കിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ലോകമുള്ള എല്ലാ വിശ്വാസികളായിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്നതുപോലെ അവിടുത്തെ നാളികേരം ഉടയ്ക്കുക എന്നുള്ളതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ അവിടെ വരുന്നതും അവരുടെ വിഘ്നങ്ങൾ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ശക്തി ആ മഹാഗണപതിക്ക് ഉണ്ടെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. അത് പലർക്കും വളരെയധികം അനുഭവ സാക്ഷ്യമുള്ള ഒരു കാര്യവുമാണ്. അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലെയും ഓരോരോ പ്രത്യേകതകൾ കാണാം. ചില സ്ഥലങ്ങൾക്ക് സ്ഥലപ്രാധാന്യമായിരിക്കാം, അതേപോലെ തന്നെ ചില ഇതിന് വിഗ്രഹ പ്രാധാന്യമായിരിക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹമാണ്. നമുക്ക് ചരിത്രത്തിലൊക്കെ പറയുന്ന പോലെ നമ്മൾ വളരെ പണ്ട് കാലത്ത് ഒരു അവധൂതൻ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമാണത്. ആ അവധൂതൻ ആ വിഗ്രഹത്തോടുകൂടി ജീവസമാധി ചെയ്യുകയും പിന്നീട് ആ വിഗ്രഹം പട്ടാളക്കാർക്ക് കിട്ടുകയും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലൊരു മഹാക്ഷേത്രമായിട്ട് പരിണമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ഗണപതി എന്ന് പറയുന്ന ഒരു ഗണപതി സങ്കല്പമാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു വിഗ്രഹമാണത്. കാരണം മറ്റ് ക്ഷേത്രങ്ങളിലെങ്ങും ലോകത്തെങ്ങും തന്നെ അങ്ങനെ ഒരു സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയില്ല. ഓരോ വിഗ്രഹങ്ങളും ഓരോ അവസ്ഥകളാണ്. അവസ്ഥ പൂജ്യതേ രാമ ശരീരോ നതു പൂജ്യതേ എന്ന് രാമായണത്തിലും പറയുന്നുണ്ട്. ആ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവസ്ഥ എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇവിടെ പ്രപഞ്ച ഗണപതി എന്നുള്ള സങ്കല്പമാണ്. ചതുർമുഖനായിട്ടുള്ള ഒരു ഗണപതി സങ്കല്പമാണത്. പ്രപഞ്ചത്തിലെ സകല ശക്തികളും തങ്കിലേക്ക് ആവാഹിച്ചു വെച്ചിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു ശക്തിയാണ് ആ പ്രപഞ്ച ഗണപതി എന്ന് പറയുന്നത്. പോരാത്തതിന് ആ ഗണപതി വിഗ്രഹം ഈ അവധൂതൻ്റെ വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തപസ്സും അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സും എല്ലാം ആ വിഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഈ ജീവസമാധി എന്ന് പറയുന്നത്. ജീവസമാധി എന്ന സമയത്ത് അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആ തപോചൈതന്യം മുഴുവൻ ആ വിഗ്രഹത്തിലേക്ക് ആക്കിയിട്ടാണ് അദ്ദേഹം സമാധിയായിരിക്കുന്നത്. അപ്പം ആ വിഗ്രഹത്തിന് വളരെ അപൂർവമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിവിശേഷം ഉള്ളതുകൊണ്ടാണ് ഭക്തജനങ്ങൾക്ക് അവരുടെ ഈ ദോഷങ്ങളൊക്കെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ വിഘ്നം നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയും ഉള്ള ഒരു പ്രത്യേക ശക്തി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത്. പ്രധാനമായിട്ടും പഴവങ്ങാടി ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെ കൂടെ ചിന്തിക്കണം. പത്മനാഭസ്വാമിയുടെ മുൻവശത്തിരിക്കുന്ന ഒരു ഗണപതി സങ്കല്പമാണല്ലോ. ഈശാന കോണിലായിട്ടാണ് ആ പത്മനാഭനുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടൊരു ബന്ധം നമുക്ക് എല്ലാ തരത്തിലും നമുക്കറിയാം. കാരണം രാജപരമ്പരകളുടെ ഒരു ദേവനാണ് ഈ മഹാഗണപതി. അപ്പം ഇത് തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ പത്മനാഭനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ആ വിഗ്രഹത്തിനും ആ ഒരു സവിശേഷതകൾ വന്നിട്ടുള്ളത്. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞ് വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അത് ആ വിഗ്രഹം നമ്മൾ കാലാന്തരത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അഭിഷേകമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട്
കുറേശ്ശെ അതിൻ്റെ തേയ്മാനവും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന വിഗ്രഹം സ്വർണത്തിൽ നമ്മൾ ഗോളകയായിട്ട് ചെയ്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പൂർവികമായിട്ടുള്ള ആ വിഗ്രഹം നമുക്ക് അകത്താണ്. നമുക്ക് പുറമേ ദർശനം ചെയ്യുന്നവർക്കത് കാണാൻ സാധിക്കത്തില്ല. എന്ന് മാത്രമല്ല, ഈ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേ പീഠവും അതേ ബിംബവും തന്നെയാണ്. അതൊന്നും മാറിയിട്ടില്ല. അതെല്ലാം ഈ അകത്താക്കിയിട്ട് പീഠം വെള്ളി കൊണ്ട് പൊതിയുകയും അതുപോലെ തന്നെ വിഗ്രഹം സ്വർണം കൊണ്ട് പൊതിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വെളിയിൽ നിന്ന് ദർശനം ചെയ്യുന്ന ഒരു ഭക്തന് ഇപ്പം ആ ഗണപതി വിഗ്രഹം നമുക്ക് സ്വർണമായിട്ട് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പണ്ട് കാലത്ത് പൂജിച്ചിരുന്ന വിഗ്രഹം. അത് നമ്മൾ മറ്റ് കേടുപാടുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി താന്ത്രിക വിധി പ്രകാരം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതാണ് ആ വിഗ്രഹത്തിൻ്റെ ഒരു സവിശേഷത. അതുപോലെ തന്നെ വലംപിരിയായിട്ടുള്ള ഒരു ഗണപതി സങ്കല്പമാണ്. അതും അപൂർവമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. വലംപിരി ഗണപതി സങ്കല്പമാണ്. അഭയം, അതേപോലെ തന്നെ കയ്യിൽ ലഡ്ഡു, പാശാങ്കുശം തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളോടൊക്കെ കൂടി ആ മഹാഗണപതി, പ്രപഞ്ചഗണപതി, മഹാഗണപതി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നാളികേരം അടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹം എന്ന് പറയുന്ന ബോധത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നും ആ ബോധമനസ്സിനെ, അതായത് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ആ നമ്മളിലുള്ള അഹം എന്നുള്ള ഒരു ചിന്ത, നമ്മുടെ അഹങ്കാരം, അത് ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് ആ തേങ്ങ നമുക്ക് തലക്കൊഴിഞ്ഞ് അതടിക്കുന്നതോടുകൂടി നമ്മുടെ അഹം ആയിട്ടുള്ള ആ ഒരു ഭാവം ഇല്ലാതായി. അഹമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ വളരെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ അഹം എന്ന് പറയുന്ന ഒരു ചിന്ത മാറി വരുന്നതിന് വേണ്ടിയാണ്. അതാണ് എൻ്റെ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു വിധി. പിന്നെ ഏറ്റവും കൂടുതൽ വിഘ്ന നിവാരണത്തിന് വേണ്ടിയാണ് നാളികേരം ഉടയ്ക്കുന്നത്. നമ്മൾ ഈ പഴയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പഴയ ചുരുണകൾ എന്ന് പറയുന്നിട്ടുള്ള ആ പഴയ ലിഖിതങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ട് 1765 ഒക്കെ നമ്മുടെ മഹാരാജാവ് കിഴക്കോട്ടേക്ക് എഴുന്നള്ളുന്ന സമയത്ത് 300 നാളികേരം പഴവങ്ങാടി ഗണപതിക്ക് മഴ പെയ്യാതിരിക്കുന്നതിന് വേണ്ടി അടിച്ചതായിട്ടൊക്കെയുള്ള ചരിത്ര രേഖകളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് വിഘ്നം നിവാരണം ചെയ്യുക അല്ലെങ്കിൽ തടസ്സങ്ങൾ നീങ്ങുക, ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഉത്തമമായ സമയത്ത് നടക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഈ നാളികേരം അടിക്കുന്നത്. അപ്പം നമുക്ക് പല തടസ്സങ്ങൾ കൊണ്ടും പലതരം വിഷയങ്ങളാണ്. ചിലർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി, ചിലർക്കാണെങ്കിൽ വസ്തു വിൽക്കുന്നതിന് വേണ്ടി, അങ്ങനെ അനവധിയായിട്ടുള്ള ചിലർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്കെല്ലാം പല തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഈ നാളികേരം ഉടയ്ക്കുക. ഇപ്പോൾ കൂടുതൽ ഭക്തന്മാർ പോരാത്തതിന് പഴവങ്ങാടിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും ഈ നാളികേരം ഉടയ്ക്കുന്നത് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. നമ്മൾ അല്ലാതെ വഴിപാട് നടത്തുന്നത് എൻ്റെ കാര്യം നടന്നോളാം, ഉദ്ദിഷ്ടകാര്യം നടക്കുന്നതിന് വേണ്ടി അടിക്കുന്നതല്ല. ഉദ്ദിഷ്ടകാര്യം നടന്നതിന് ശേഷമാണ് കൂടുതലും ആളുകൾ ഈ തേങ്ങ അടിക്കുന്നത്. നമുക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് 1 നാളികേരം, 100 നാളികേരം, 1000 നാളികേരം, അങ്ങനെ അവരുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നാളികേരം ഉടയ്ക്കുന്നതായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. അതെല്ലാം അവരുടെ ആ ഉദ്ദിഷ്ടകാര്യം നടന്നതിന് ശേഷം അടിക്കുന്നതാണ് കൂടുതലായിട്ടും അവിടെയുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നാളികേരം ഉടയ്ക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. പഴവങ്ങാടി ഗണപതി എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാളികേരം ഉടയ്ക്കുക എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ്. ഗണപതി ഹോമം നിത്യവും അഷ്ടദ്രവ്യമായിട്ടുള്ള മഹാഗണപതി ഹോമമാണ് എല്ലാ ദിവസവും അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മോദകം, ഉണ്ണിയപ്പം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളുണ്ട്.
അതേപോലെ തന്നെ എല്ലാ ദിവസത്തെയും ഗണപതി ഹോമത്തിൽ അട, അപ്പം തുടങ്ങിയിട്ടുള്ള വിശിഷ്ടങ്ങളായിട്ടുള്ള നൈവേദ്യ വസ്തുക്കൾ അഷ്ടദ്രവ്യങ്ങളോടുകൂടിയാണ് എല്ലാ ദിവസവും ഗണപതി ഹോമം നടത്തുന്നത്. പിന്നെ പായസം, കൂട്ടുപായസം, പാൽപ്പായസം, ഇടിച്ചു പിഴിഞ്ഞ പായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളും എല്ലാ ദിവസവും ആളുകൾ വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പൂജാഭാഗമായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും നിത്യ നൈവേദ്യം എന്നുള്ള രീതിയിലും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അർച്ചന, നെയ്വിളക്ക് തുടങ്ങിയിട്ടുള്ള വഴിപാടുകളുണ്ട്. അതുപോലെ ഉദയാസ്തമന പൂജ വളരെ വിശേഷമായിട്ടുള്ള ഒരു പൂജയാണ് ഉദയാസ്തമന പൂജ. ആ ഒരു ദിവസത്തെ മുഴുവൻ പൂജകളും ആ ഉദയാസ്തമന പൂജയിലുണ്ട്. അത് വളരെ നേരത്തെ നമുക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ ഉദയാസ്തമന പൂജ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഉദയാസ്തമന പൂജയും വളരെ വിശേഷമായിട്ടുള്ള ഒരു വഴിപാടാണ്. അതേപോലെ തന്നെ വരദായക പൂജ എന്ന് പറഞ്ഞ ഒരു പൂജയുണ്ട്. ആ പേരിൽ തന്നെയുണ്ട്, ഭഗവാൻ നമുക്ക് വരം തരുന്ന ഒരു സങ്കല്പത്തിൽ ഉള്ള ഒരു പൂജയാണത്. അതായത് നമ്മുടെ ആഗ്രഹ സഫലീകരണം, അതാണ് ഉദ്ദേശം. നമ്മുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം ചെയ്യുന്ന ഒരു വഴിപാടാണ് വരദായക പൂജ എന്ന് പറയുന്നത്. അതും വളരെ വിശേഷമായിട്ടുള്ള ഒരു പൂജയാണ്. അതേപോലെ തന്നെ നിത്യമായിട്ട് പഴവങ്ങാടിയിലെ നിത്യപൂജ എന്ന് പറയുമ്പം രാവിലെ ഉള്ളത്, പിന്നെ രാവിലെ 4:30-ക്ക് നട തുറക്കും. 4:30-ക്ക് നട തുറന്നു കഴിഞ്ഞാൽ അതിനുശേഷം അഭിഷേകമാണ് ആദ്യമുള്ളത്. അഭിഷേകം കഴിഞ്ഞാൽ ഗണപതി ഹോമം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമായിട്ട് തന്നെ വിസ്തരിച്ച് ഗണപതി ഹോമമുണ്ട്. ഗണപതി ഹോമം കഴിഞ്ഞാൽ 7 മണിയോടുകൂടി ഉഷപ്പൂജ വരും. ഉഷപ്പൂജ, അതിനുശേഷം 8 മണിക്ക് എതിർത്ത പൂജ, 8:30-ക്ക് പന്തീരടി പൂജ, അതേപോലെ തന്നെ 10:30 തുടങ്ങും ഉച്ചപൂജ. 10:30-യുടെ ഉച്ചപൂജയ്ക്ക് എല്ലാ ദിവസവും പഞ്ചവിംശതി കലശാഭിഷേകത്തോടു കൂടി പഞ്ചഗവ്യം 50 കലശം, അതായത് എല്ലാ ദിവസവും പഞ്ചഗവ്യ കലശാഭിഷേകവും 50 എന്ന് പറയുമ്പോൾ 25 കലശാഭിഷേകവും നിത്യവും നടത്തുന്നുണ്ട്. അതിനുശേഷം 11:30-ഓടുകൂടിയാണ് പൂജകളുടെ സമാപനം. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. 6:45-ന് ദീപാരാധനയുണ്ട്. 8 മണിക്കാണ് അത്താഴപൂജ. അത്താഴപൂജ കഴിഞ്ഞ് 8:30-ക്ക് നട അടയ്ക്കും. അതാണ് പൊതുവെയുള്ള ഒരു നിദാനമായിട്ടുള്ള പൂജാ രീതികൾ. നമ്മൾ മുമ്പ് പറഞ്ഞു മഹാഗണപതി ഹോമം. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും അഷ്ടദ്രവ്യ സഹിതം ഉള്ള ഗണപതി ഹോമമാണ്. പല ആളുകളും അത് തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം വഴിപാടുകൾ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും അഷ്ടദ്രവ്യമായിട്ടാണോ ചെയ്യുന്നത് അതോ ഗണപതി ഹോമമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം വരാറുണ്ട്. എല്ലാ ദിവസവും അഷ്ടദ്രവ്യ സഹിതം ഏറ്റവും വലിയ രീതിയിൽ തന്നെയാണ് ഗണപതി ഹോമം ചെയ്യുന്നത്. പിന്നെ ബാക്കി ആളുകൾക്ക് അതിൽ കൂട്ടുചേരണമെങ്കിൽ, അവരുടെ വഴിപാടായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അതിന് നടത്തുന്നതാണ് ഗണപതി ഹോമം. നമ്മൾ നടത്തുന്ന വലിയ ഗണപതി ഹോമമായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ സമർപ്പണം ആണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. അല്ലാണ്ട് ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമം നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ഗണപതി ഹോമത്തിൻ്റെയും പെരുന്നാളും എല്ലാം നമ്മളവിടെ അർച്ചനയായിട്ടും ഒക്കെ ചെയ്യുന്നതാണ്. ഈ ഗണപതി ഹോമം എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം, ഗണപതിയെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പൂജാവിധാനമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ വിഘ്ന നിവാരണത്തിനും അതേപോലെ തന്നെ ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വളരെയധികം ഫലസിദ്ധിയുള്ള ഒരു പൂജാ വിധാനമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. നമ്മുടെ രോഗങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ഒക്കെ പല മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും ഇത്തരം ഈ മഹാഗണപതി ഹോമം ഒക്കെ വളരെ ഉത്തമമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ളതുണ്ട്. നമുക്ക് ആ പേരിൽ തന്നെ അറിയാം. ഭാഗ്യസൂക്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഗ്യം, നിർഭാഗ്യം നമ്മളെ വിട്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. അതുപോലെ തന്നെ വിദ്യാസൂക്തം, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് വേണ്ടി. കാരണം നമുക്ക് അറിയാം, ഈ വിദ്യാരംഭം കുറിക്കുന്നതിനെ ഹരിശ്രീ ഗണപതേ നമഃ എന്നാണല്ലോ. അപ്പം വിദ്യയുടെ ഒരു അധിഷ്ഠാന ദേവത എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടെ ഗണപതിക്കുണ്ട്. അപ്പോൾ ആ വിദ്യാതടസ്സം മാറുന്നതിന് വേണ്ടിയും
ഈ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ രോഗനിവാരണം ഞാൻ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ദേഹസുഖം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നെയ്വിളക്ക് നടത്താം. അതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ പലതരം ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പല പല പുഷ്പാഞ്ജലികളുണ്ട്. സഹസ്രനാമ പുഷ്പാഞ്ജലി, അഷ്ടോത്തരം എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പാഞ്ജലി, ഇതെല്ലാം നമ്മുടെ പലതരം ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ്. ഈ വഴിപാടുകൾ എന്ന് പറയുമ്പം തന്നെ അത് നമ്മുടെ സമർപ്പണമാണ്. അത് നമ്മുടെ പ്രാർത്ഥനയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. നമ്മൾ വഴിപാടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ രസീതെടുത്താൽ മാത്രം പോരാ. നമ്മളത് ഭഗവാന്റെ അടുത്ത് വേണ്ട രീതിയിൽ, ഇപ്പം നമുക്ക് വരാൻ പറ്റുന്നില്ല, നമ്മൾ മറ്റൊരു സ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ശക്തിയാണ്. ആ പ്രാർത്ഥന വേണം. നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം അത് ഭഗവാന്റെ അടുത്ത് വളരെ നല്ലതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വഴിപാടുകൾ ചെയ്യുക, അതിൻ്റെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഫലം നമുക്ക് സിദ്ധിക്കും. എല്ലാ ദിവസവും 2 നേരം അഭിഷേകമുണ്ട്. രാവിലെ 5 മണിക്ക് രാവിലത്തെ അഭിഷേകമുണ്ട്. അതിന് ശേഷം ഉച്ചപൂജയ്ക്ക് അഭിഷേകമുണ്ട്. ഇങ്ങനെ 2 നേരം നമുക്ക് അഭിഷേകമുണ്ട്. ഇപ്പം രാവിലെ അഭിഷേകം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പാല്, അതേപോലെ തന്നെ കരിക്ക്, പഞ്ചാമൃതം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാണ് അഭിഷേകം രാവിലത്തേത്. ഉച്ചപൂജയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേ വസ്തുക്കൾ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ പഞ്ചാമൃതം, അതിൻ്റെ കൂടെ 25 കലശം തുടങ്ങിയിട്ടുള്ള അഭിഷേകങ്ങളുമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ, മുമ്പ് പറഞ്ഞ പോലെ രോഗനിവാരണം. ഇപ്പോൾ നമ്മൾ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ പാല് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന ഒരു വസ്തുവാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേഹത്തിന് കാരകത്വമുള്ള ഗ്രഹമാണ്. ദേഹകാരകനാണ്, മാതൃകാരകനാണ്. അപ്പോൾ പാലഭിഷേകം ചെയ്താലുള്ള ഫലം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ ദേഹസുഖം, അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദേഹകാന്തി കിട്ടുന്നതിന് വേണ്ടി, നമ്മുടെ സൗന്ദര്യം വർധനവ്, അങ്ങനെയൊക്കെയുള്ള പല പല ഇതായിട്ടുള്ള ഫലങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. രോഗനിവാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്. അതുപോലെ തന്നെയാണ് പഞ്ചഗവ്യ അഭിഷേകവും. അതും അതേ ഫലം തന്നെയുള്ളതാണ് പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 5 വസ്തുക്കൾ ചേർന്നിട്ടാണ് പഞ്ചഗവ്യാവുന്നത്. ആ പഞ്ചഗവ്യവും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് പഞ്ചഗവ്യം. ആ പഞ്ചഗവ്യം നമ്മൾ അവിടെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. അതേ ഫലം തന്നെ, അത് ശുദ്ധി കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പഞ്ചഗവ്യം അഭിഷേകം ചെയ്യുന്നത്. നിത്യവും ശുദ്ധി, അതായത് എല്ലാത്തരം ആയിട്ടുള്ള അശുദ്ധികളും മാറി ശുദ്ധീകരിക്കപ്പെടും. അതാണ് പഞ്ചഗവ്യത്തിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നീടുള്ളത് പഞ്ചാമൃതം. പഞ്ചാമൃതവും വളരെ വിശേഷമായിട്ടുള്ള ഒരു അഭിഷേക ദ്രവ്യമാണ്. നമ്മുടെ ദോഷങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയും എല്ലാത്തരം ഈ ജാതകത്തിലൊക്കെ ഉള്ള എല്ലാത്തരം ഗ്രഹദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അഭിഷേകമാണ് പഞ്ചാമൃതാഭിഷേകം. അത് നിത്യവും ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വിളക്ക്, ഈ കമ്പവിളക്ക് തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം നടത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഉദയാസ്തമന പൂജയുടെ കൂടെയുള്ളതാണ്. അതെല്ലാം ഉദയാസ്തമന പൂജ അല്ലാണ്ട് നമുക്ക് വേറെ അത് മാത്രമായിട്ട് നടത്താൻ പറ്റും, ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസമാണെങ്കിൽ. അല്ലെങ്കിൽ ഉദയാസ്തമന പൂജയുടെ കൂടെയാണ് ആ വഴിപാടുകൾ വരിക. അല്ലാതുള്ള ദിവസം മുന്നിലത്തെ വിളക്ക്, ഏറ്റവും വലിയ വിളക്ക്, കമ്പവിളക്ക്, അത് ഉദയാസ്തമന പൂജയുടെ കൂടെയുണ്ട്. അല്ലാതെ ദീപാഞ്ജലി എന്ന് പറയുന്ന വിളക്കുണ്ട്. അങ്ങനെ എല്ലാം തരം വിളക്കുകളും ഉണ്ട്. അത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ഈ ദീപം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകാശമാണ്. ആ പ്രകാശം എല്ലാത്തരം, മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ എല്ലാത്തരം ദോഷങ്ങളെ നിവാരണം ചെയ്യുക. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ ഫലസിദ്ധി പറയാം. ഒന്ന്, നാച്ചുറലായിട്ടുള്ള ഒരു ഫലസിദ്ധിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലസിദ്ധിയുണ്ട്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതായിരിക്കും.
ഇപ്പം നമുക്ക് ഒരു ദോഷമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജാതക ദോഷം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ന ഇത് വഴിപാടുകൾ ചെയ്യാം, അപ്പോൾ അങ്ങനെ നടത്താം. അപ്പോൾ അതിലും അങ്ങനെ ഒരു ഫലസിദ്ധിയുണ്ട്. അല്ലാണ്ട് ഈ പ്രധാനമായിട്ടും വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പം അതിന് ഉള്ളത് ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യോദയം ഉണ്ടാകുക, ഒരു ഐശ്വര്യം സിദ്ധിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം മാറുക തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ ദീപങ്ങൾ കത്തിക്കുക എന്നുള്ളത് കൊണ്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു ഫലവിശേഷം. പഴവങ്ങാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് വിനായക ചതുർത്ഥിയാണ്. വിനായക ചതുർത്ഥി ഒരു ഏകാഹോത്സവം എന്നുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത്. അന്നത്തെ ദിവസം വളരെയധികം വിശേഷമായിട്ടുള്ള പൂജകളെല്ലാം അന്നവിടെ ഉണ്ട്. വളരെ വലിയ ഒരു ജനക്കൂട്ടം വന്ന് ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി വരും. അതേപോലെ തന്നെ നിത്യമായിട്ടുള്ള പൂജകൾ കൂടാതെ വിശേഷമായിട്ടുള്ള ധാരാളം പൂജകളുണ്ട്. കളഭാഭിഷേകത്തോട് കൂടിയിട്ടുള്ള ഉച്ചപൂജയൊക്കെയാണ് അന്ന് പതിവുള്ളത്. ആ പൂജകളെല്ലാം അതിനെല്ലാം ശേഷം വൈകുന്നേരം ഇവിടുന്ന് ഒരു പ്രദക്ഷിണമുണ്ട്, ഒരു നഗരപ്രദക്ഷിണം. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് ഒരു നഗരപ്രദക്ഷിണം, അത് വിശേഷമായിട്ടുള്ള ഒരിതാണ്. ആ ഒരു ദിവസം ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകളാണ് പല സ്ഥലത്തു നിന്നും എത്തുന്നത്. അപ്പം അവർക്കെല്ലാവർക്കും ദർശനം കിട്ടുക എന്നുള്ളത് ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പൂജകൾക്കൊന്നും ഒരു കുറവും വരുത്താതെ, പക്ഷേ കഴിവതും എല്ലാ ആളുകൾക്കും വന്ന് ദർശനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം വിഷു, തിരുവോണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആട്ടവിശേഷങ്ങളും വളരെ വിശേഷമായിട്ട് തന്നെ നമ്മൾ ആചരിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ചതുർത്ഥിക്കും, 2 ചതുർത്ഥിക്കും, അതായത് ഒരു മാസത്തിൽ 2 ചതുർത്ഥിയാണ് വരിക. ശുക്ലപക്ഷത്തിലും അതുപോലെ കൃഷ്ണപക്ഷത്തിലും 2 ചതുർത്ഥികൾ വരും. ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ്. പക്ഷേ നമ്മൾ 2 ചതുർത്ഥിയും പ്രാധാന്യമാണ്. നമ്മൾ ഈ 2 ചതുർത്ഥിയും വളരെ വിശേഷമായിട്ട് തന്നെ ആഘോഷിക്കും. എല്ലാ ചതുർത്ഥിക്കും കളഭാഭിഷേകമുണ്ട്. വിനായക ചതുർത്ഥിക്ക് മാത്രമല്ല, എല്ലാ ചതുർത്ഥിക്കും കളഭാഭിഷേകമുണ്ട്, അന്നദാനമുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നത്തെ ദിവസം അന്നദാനവും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മൾ സമുചിതമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പഴവങ്ങാടിയിലെ പ്രധാനപ്പെട്ട ഉപദേവത എന്ന് പറയുന്നത് വേട്ടക്കൊരുമകനും ദുർഗാ ഭഗവതിയുമാണ്. ഈ വേട്ടക്കൊരുമകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ കൂടുതലായിട്ടും ഒരു പ്രതിഷ്ഠിക്കുകയും അതുപോലെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദേവനാണ് വേട്ടക്കൊരുമകൻ എന്ന് പറയുന്നത്. അതൊരു ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് വേട്ടക്കൊരുമകൻ എന്ന് പറയുന്നത്. പോരാത്തതിന് അതൊരു യുദ്ധ ദൈവവുമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് രാജാവിൽ നിന്നും അത് പിന്നീട് നായർ പട്ടാളത്തിന് കിട്ടുകയും അതുവഴി അത് മദ്രാസ് റെജിമെൻറ്റിൽ ലയിച്ച് ഇന്ത്യൻ ആർമിയുടെ ഭാഗവുമാണ്. അപ്പോൾ ഈ വേട്ടക്കൊരുമകൻ എന്ന് പറയുന്നത് ഒരു യുദ്ധ ദൈവമാണ്. അപ്പം യുദ്ധത്തിൽ കൂടുതൽ വീര്യം, പരാക്രമം തുടങ്ങിയവ കാണിക്കാനും അതുപോലെ യുദ്ധവിജയത്തിനു വേണ്ടിയും നമ്മൾ കേരളത്തിൽ ആരാധിച്ചിരുന്ന ഒരു ദേവനാണ് വേട്ടക്കൊരുമകൻ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേട്ടക്കൊരുമകൻ അവിടെ ഒരു പ്രതിഷ്ഠയായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ദുർഗാഭഗവതിയെയും പണ്ടുകാലം മുതൽ തന്നെ അവിടെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ദുർഗാഭഗവതിയെ ആരാധിക്കുന്നുണ്ട്. അവരുടെ വിശേഷ ദിവസങ്ങളിലും അവിടുത്തെ പൂജകളെല്ലാം പതിവുണ്ട്. തൃക്കാർത്തികയ്ക്ക് അവിടെ ദേവിക്ക് അഭിഷേകവും വിശേഷാൽ അഭിഷേകവും പൂജയെല്ലാം പതിവുണ്ട്. അതുപോലെ മകരവിളക്ക് തുടങ്ങിയിട്ട് അയ്യപ്പന് പ്രാധാന്യമുള്ള, ശാസ്താവിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിലെല്ലാം വേട്ടക്കൊരുമകനും പ്രാധാന്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നീടുള്ളത് സർപ്പദൈവങ്ങളാണ്, നാഗദൈവങ്ങൾ. അപ്പോൾ അതും നമ്മൾ കന്നിമാസത്തിലെ ആയില്യം വളരെ വിശേഷമായിട്ട് തന്നെ നൂറും പാലും ഒക്കെ ആയിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. അല്ലാതെ എല്ലാ ആയില്യത്തിനും വളരെ വിശേഷമായിട്ടുള്ള അഭിഷേകവും അതേപോലെ തന്നെ വരുന്ന എത്രയും ഭക്തജനങ്ങൾക്ക് അന്നവിടെ നമ്മൾ വലിയ നിവേദ്യം ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഗണപതിയുടെ പ്രീതി എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ജാതകത്തിൽ പലതരം ദോഷങ്ങൾ കാണാം. ആ ദോഷങ്ങളെല്ലാം നിവാരണം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും വ്യാഴാനുകൂല്യം വേണം, ദൈവാധീനം വേണം. ഈ ദൈവാധീനം തന്നെ ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ദൈവാധീനം ഉണ്ടാകണമെങ്കിൽ തന്നെ ഗണപതിയുടെ പ്രീതി വേണം. പോരാത്തതിന് ജാതകത്തിൽ നമുക്കറിയാം ഏറ്റവും കുഴപ്പം പിടിച്ച ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ. ഈ കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയും ഗണപതി തന്നെയാണ്. എന്ന് മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളുമായിട്ടൊരു ബന്ധമുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിന്ദു സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ഗണപതി. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും അതിനെ പഠന വിഷയമാക്കേണ്ട വിഷയങ്ങളുണ്ട്. കാരണം ഗണപതിയെ ആരാധിക്കുന്നത് നമ്മുടെ ഭാരതവർഷത്തിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും പല രീതിയിൽ ആഘോഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചില പഴയ നാണയങ്ങൾ കണ്ടെടുത്തതിൽ ഗണപതിയുടെ രൂപം കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള തായ്ലൻഡ്, അങ്ങനെ പല രാജ്യങ്ങളിലും ഗണപതിയെ വളരെ വിശേഷമായിട്ടൊരു മതത്തിൻ്റെ ചിഹ്നത്തിലല്ല, ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ മാത്രമല്ല അല്ലാതെയും ഗണപതിയെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഇത് നമ്മുടെ ഈ ഭാരത സങ്കല്പവുമായിട്ടല്ല, ഭാരത സംസ്കാരവുമായിട്ട് കാര്യമായ ബന്ധമില്ലാത്ത ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പോലും ആ ഗണപതിയുടെ സ്വാധീനം വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ പഠന വിഷയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഗണപതി എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വലിയ അർത്ഥങ്ങളുള്ള ഒരു സങ്കല്പമാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിഷപരമായിട്ടും അങ്ങനെ തന്നെയാണ്. ഗണപതി എല്ലാ ഗ്രഹങ്ങളുമായിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഗണങ്ങളുടെ പതി ആണല്ലോ ഗണപതി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഗ്രഹങ്ങളുമായിട്ടും ഗണപതിക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ, അതുപോലെ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സം, മുടക്കം, അതുപോലെ ഒരു ഐശ്വര്യമില്ലായ്മ. ഗണപതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. ഐശ്വര്യം, ശ്രീത്വം എന്ന് പറയുന്ന ഏറ്റവും അധികം പല ദേവതാ സങ്കല്പങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഗണപതിക്കാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അതുപോലെ മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഗണപതി. ഗണപതി നമ്മൾ വെറുതെ ആണെങ്കിലും പല ഓഫീസുകളിലോ അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഗണപതിയെ കാണാം. അതിൻ്റെ ഒരു കാരണം ഗണപതി സർവ്വസ്വീകാര്യനായിട്ടുള്ള ഒരു ഇതാണ്. പോരാത്തതിന് ഈ ഗ്രഹദോഷങ്ങൾ അല്ലെങ്കിൽ ഈ വാസ്തുദോഷങ്ങൾ ഇതൊക്കെ മാറുന്നതിന് ഗണപതിക്കൊരു വലിയ ശക്തിയുണ്ട്. ഈ ചൈനീസ് വാസ്തുവിലുമൊക്കെ ഗണപതിയെ ആ രീതിയിൽ പലയിടത്തും സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലല്ല പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ വളരെ ഈസിയുമാണ്, വളരെ എളുപ്പം സാധിക്കുന്നതാണ് ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത്. കാരണം ഗണപതി എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു വല്ലാത്തൊരു സങ്കല്പം. നമ്മൾ കൂടുതലായിട്ടും അതിനെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ പറയുന്ന പോലെ ഗണപതി ഒരു വളരെ വിശാലമായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ബുദ്ധിയുടെ ദേവതയാണ്, സൗന്ദര്യത്തിൻ്റെ ദേവതയാണ്, അതുപോലെ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. ഇങ്ങനെ പല രീതിയിൽ ഗണപതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെയെല്ലാം നമുക്ക് കടന്നു പോകാനും, ഇപ്പോൾ തൊഴിൽപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിനുള്ള തടസ്സങ്ങളാണെങ്കിലും ഇങ്ങനെ എല്ലാത്തരം ദോഷങ്ങൾക്കും ഈ ഗണപതിയുടെ പ്രീതി വളരെ അത്യന്താപേക്ഷിതമാണ്. അത് വളരെ ഗുണകരവുമാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മേളിലായി ഞാനിവിടെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് അവിടെ തുടരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഏകദേശം ഒരു 8 വർഷത്തോളം മേൽശാന്തിയായിരുന്നു. അതിനുശേഷം ഇവിടെ തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം,
ശാസ്താവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ 10 വർഷം ഞാൻ മേൽശാന്തിയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പല പ്രാവശ്യം ശബരിമലയ്ക്ക് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ എനിക്ക് 5 തവണ എനിക്ക് ശബരിമലയിലെ ലിസ്റ്റിൽ വരാനായിട്ട് ഭാഗ്യം കിട്ടി. പക്ഷേ നറുക്കിൽ എനിക്ക് അത് സാധിച്ചില്ല. അപ്പോൾ ഒരു തടസ്സമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്താണ് ഈ പഴവങ്ങാടിയിലേക്ക് ഇവിടെ വർഷങ്ങളായിട്ട് മേൽശാന്തിയായിരുന്ന നമ്മുടെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് തന്ത്രിയായിരുന്നു മാധവ പട്ടേരി. അദ്ദേഹം വയ്യാഴികയായി. അദ്ദേഹം റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വരികയും അപ്പോൾ ഞാനൊന്ന് വെറുതെ ശബരിമലയ്ക്ക് അയക്കുന്ന പോലെ ഒന്ന് അപേക്ഷിച്ചതാണ്. പക്ഷേ ഭഗവാന്റെ ഒരു നിയോഗം കൊണ്ട് ഇൻ്റർവ്യൂവും നറുക്കിട്ടും അങ്ങനെ മേൽശാന്തിയായതാണ്. ഇപ്പം ഞാൻ എന്തായാലും ഭഗവാന്റെ ഒരു സഹായവും കടാക്ഷവും ഒക്കെ ആയിട്ട് ഞാനിപ്പം ഏകദേശം 3 വർഷം പിന്നിട്ടു. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ മുമ്പ് മേൽശാന്തിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും പഴവങ്ങാടി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രം, വളരെ മനസ്സിന് വളരെ സുഖകരമായ ഒരു ക്ഷേത്രം. വേറെ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഭഗവാന്റെ ഒരു സാമീപ്യം ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടുത്തെ. അത് നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ ഒരു ജന്മഭാഗ്യം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശബരിമലയ്ക്ക് അപേക്ഷിച്ചിട്ടുമില്ല. കാരണം ഇതൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് ഒരു വലിയ ഒരു നമുക്ക് ആ ഭഗവാന്റെ ഒരു സാമീപ്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വലിയ ഒരു ശക്തിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് ഒരു ബോധം നമുക്ക് വരും. അപ്പം അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അരീക്കര എന്നാണ് എൻ്റെ ഇല്ലപ്പേര്. എൻ്റെ അച്ഛൻ മുമ്പ് പമ്പയിലുമൊക്കെ മേൽശാന്തിയായിട്ടുള്ള ആളാണ്. സുബ്രഹ്മണ്യ നമ്പൂതിരിയാണ്. ദേവസ്വം ബോർഡിലായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, പാർത്ഥസാരഥി, ഗൗരി ശങ്കരി. എൻ്റെ വൈഫിൻ്റെ പേര് വിദ്യ എന്നാണ്. ശരിക്കും കോട്ടയമാണ് സ്വദേശം, തിരുവനന്തപുരം അല്ല. ഞാൻ തിരുവനന്തപുരത്ത് തൈക്കാട് മേൽശാന്തിയായി വരുന്ന സമയത്താണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 13-14 വർഷത്തോളമായി തിരുവനന്തപുരത്ത് വന്നിട്ട്. അപ്പോൾ ഇപ്പം തിരുവനന്തപുരത്തുകാരനായി, അല്ലെങ്കിൽ പത്മനാഭൻ്റെ ദാസനായി എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ പഴവങ്ങാടിയിലെ തന്ത്രം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ തന്ത്രി എന്ന് പറയുന്നത് ഗണേശൻ പോറ്റിയാണ്. നേരത്തെ ഇത് അത്തിയറ മഠത്തിൻ്റെ തന്ത്രമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ അത്തിയറ മഠത്തിൽ നിന്ന് തന്ത്രത്തിനാരും വരാനില്ലാതാകുന്ന ഒരു സമയത്ത് ദേവപ്രശ്നം വെച്ച് നമ്മുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ദേവനാരായണൻ പോറ്റി, അദ്ദേഹം വളരെ എന്താ പറയുക, ഒരു അസാമാന്യമായിട്ടുള്ള ഒരു അറിവ് ഉള്ള ഒരു പണ്ഡിതനായിരുന്നു. ഒരു അവധൂതൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തന്ത്രം ഏൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം വളരെ ഗംഭീരമായ രീതിയിൽ ഇവിടുത്തെ തന്ത്രം കൊണ്ടുപോവുകയും താന്ത്രിക അനുഷ്ഠാനങ്ങളിൽ പഴവങ്ങാടിയെ ഒരു ഔന്നത്യ സ്ഥാനത്ത് പുള്ളി എത്തിക്കുകയും ചെയ്തു. കാരണം ഇവിടുത്തെ സഹസ്രകലശം തുടങ്ങിയിട്ടുള്ള താന്ത്രികപരമായിട്ട് ബുദ്ധിമുട്ടേറിയ ധാരാളം ക്രിയകൾ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താന്ത്രിക നിർദ്ദേശ പ്രകാരവും അദ്ദേഹത്തിൻ്റെ താന്ത്രികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ടും അങ്ങനെ ഒരു മഹത്വം ക്ഷേത്രത്തിന് കൈവന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സന്യാസം സ്വീകരിച്ച് ഒരു അവധൂതനായി തന്നെ അദ്ദേഹം പിന്നീട് മാറി. അദ്ദേഹം ഇപ്പോഴും ആളുണ്ട്, പക്ഷേ ഇപ്പോഴും അവധൂതനാണ്. അദ്ദേഹം പേരെല്ലാം മാറി. അദ്ദേഹത്തിൻ്റെ സർവ്വസ്വത്തും ഭഗവാന് ദാനം ചെയ്തു. എല്ലാം ഭഗവാന് സമർപ്പിച്ച് അദ്ദേഹം ഭഗവാന്റെ ഒരു ചെറിയ ഫോട്ടോ മാത്രമേ ഉള്ളൂ കയ്യിൽ. അതുമായിട്ട് പുള്ളി കേദാർനാഥിലേക്ക് പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗണേശൻ പോറ്റി, അദ്ദേഹമാണ് ഇപ്പോൾ തന്ത്രി. അപ്പോൾ ദേവഹിതം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമ ശിഷ്യനായിട്ടുള്ള ഗണേശൻ പോറ്റിക്ക് തന്ത്രം കൈമാറുകയും ഇപ്പോൾ ഗണേശൻ പോറ്റിയാണ് നിലവിൽ തന്ത്രി. വലിയൊരു ജന്മഭാഗ്യമായിട്ട് പഴവങ്ങാടി മഹാഗണപതിയുടെ മേൽശാന്തിയാകാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇനിയും ഭഗവാന്റെ ഒരു കരുണാകടാക്ഷങ്ങളൊക്കെ ദീർഘനാൾ എന്നിലേക്ക് വരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ
നാനാസ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തന്മാർ അവിടെ തൊഴാൻ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ദർശനം നല്ല രീതിയിൽ കിട്ടണം, അവരുടെ എല്ലാ കാര്യവും നടക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും ദർശനമൊക്കെ വളരെ ആളുകൾക്കും വേണ്ട രീതിയിൽ ദർശനം കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. കാരണം വളരെ വലിയ തിരക്കൊക്കെ വരുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. എങ്കിലും നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ മദ്രാസ് റെജിമെൻറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അതുപോലെ നമ്മുടെ സ്റ്റാഫുകളും എല്ലാം ചേർന്ന് മാക്സിമം എല്ലാ ആളുകൾക്കും നല്ല ദർശനത്തിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ചെയ്യുന്നുണ്ട്. എങ്കിലും ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ തൊഴാൻ വളരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ചില വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ കൂടുതൽ ബുക്കിംഗ് ആയിട്ട് വഴിപാടുകൾ ചെയ്യേണ്ടി വരും. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ വഴിപാടുകൾ ക്ലോസ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്യേണ്ടി വന്നാൽ പലപ്പോഴും ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവർ അതിനു മുമ്പ് ഇത് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ട് വന്നാൽ കുറേ ക്ലേശങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഭക്തന്മാർക്കും എല്ലാത്തരം ദോഷങ്ങളിൽ നിന്നും അവർക്കെല്ലാം ഒരു മോചനം ഉണ്ടാകട്ടെന്നും എല്ലാവർക്കും ഒരു എന്താ പറയുക ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നവർ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെന്നും പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ പഴവങ്ങാടി മഹാഗണപതിയുടെ എല്ലാവിധ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ നാടിനും എല്ലാ ദോഷങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.